കല്ലി പതിക്കാൻ തീരുമാനിച്ചു. കൊണ്ടുപോയി പാറയിൽ അടിക്കാൻ നോക്കിയപ്പോൾ അത് മായാദേവിയാണല്ലോ. അവര് ആ കൈ പിടിവിട്ട് ആകാശത്തിലേക്ക് മുങ്ങി എന്നിട്ട് പറഞ്ഞു, ഹംസ നമുക്ക് അതിനൊന്നും പഠിക്കാൻ കഴിയില്ല, നിനക്ക് ഈ 8ാമത്തെ പുത്രനെ പഠിക്കാൻ കഴിയില്ല, നിന്നെ കൊല്ലാനുള്ളവൻ അങ്ങ് ദൂരത്ത് ജനിച്ചത് എവിടെയൊന്നും പറഞ്ഞില്ല. കാരണം ദൂരത്ത് ജനിച്ചു എന്ന് പറഞ്ഞാൽ നുണയുള്ളൂ. ദേവിയാവുമ്പോൾ നുണ പറയില്ല. പറഞ്ഞു ഇവിടെയുണ്ട്. ഹംസനാകെ ഭയന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. എങ്കിലും ധൈര്യം കാണിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് വസുദേവരുടെ അടുത്തേക്ക്. വസുദേവരോട് പറഞ്ഞു, ഞാൻ ചെയ്തു പോയി വസുദേവരെ, എൻ്റെ പെങ്ങളെ എന്നോട് ക്ഷമിക്കുക, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. എന്നെ 8ാമത്തെ പുത്രൻ കൊല്ലും എന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു മനോവിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. നിങ്ങൾ 6 കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോഴാ 8ാമത്തെ 7ാമത്തെ കുട്ടിയെ ഭഗവാൻ തന്നെ എവിടെയോ എന്തോ ഭഗവാൻ തന്നെ വന്നു എന്നാൽ അത് അലസിപ്പോയി എന്നാണ്. അപ്പോൾ ഭഗവാൻ തന്നെ തിരിച്ചെടുത്തു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്, സംശയമെല്ലാം. അപ്പോൾ പറഞ്ഞു, 8ാമത്തെ കുട്ടിയാണ് ഉണ്ടായ ആ കുട്ടിയെയും ഞാൻ വധിച്ചു. ഞാനൊരു ദുഷ്ടൻ തന്നെയാണ്, എന്നെക്കൊണ്ട് ഭഗവാൻ ജയിച്ചതാണ്, കാലമാണ് എല്ലാത്തിനും കാരണം. നമ്മൾ ഓരോന്നും ചെയ്യുന്നു, നമ്മളെ ജീവിതം നിലനിർത്താൻ, ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായി എന്തൊക്കെയോ ചെയ്യുന്നു. എല്ലാം ആരുടെ കളികളാണ്? ഭഗവാന്റെ കളികളാണ്. പക്ഷെ അതറിയാതെ ഞാൻ ചെയ്തു പോയി നിങ്ങളോട്, നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ആശ്വസിക്കാനും അതോടൊപ്പം തന്നെ ഇനി എന്തായാലും നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അയച്ചു വിട്ടു, അവരെ സ്വതന്ത്രരാക്കി. പിന്നെ ചെന്നു സഭയിൽ ചെന്നപ്പോഴാണ് അവരെ ഹംസന്റെ സഭയിലുള്ള കൂട്ടുകാരൊക്കെ, സഭയിലെ പ്രധാനികൾ, എല്ലാ ദുഷ്ടന്മാരും വൃത്തികൻ, ചാണൂരൻ, ബഗന്റെ പെങ്ങള് ഈ പൂതന, പിന്നെ പ്രളംബൻ എന്ന് പറഞ്ഞ കുറേ ഒക്കെ രാക്ഷസന്മാരാണ്. ദുഷ്ടന്മാർക്ക് കൂട്ട് എപ്പോഴും ആരാവും? അതിലും വലിയ ദുഷ്ടന്മാരൊക്കെ. അങ്ങനെ ആ ദുഷ്ടന്മാരുടെ കൂട്ടത്തിലാണ് ചെന്ന് അവരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായ കാര്യങ്ങൾ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവർ പറഞ്ഞു, അതിനൊക്കെ വിദ്യയുണ്ട്. 10 ദിവസത്തിനുള്ളിൽ എവിടെയൊക്കെ ചെറിയ കുട്ടികൾ ജനിച്ചിട്ടുണ്ടോ, 10 ദിവസങ്ങളിൽ ജനിച്ച കുട്ടികൾ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ ഞങ്ങൾ വധിക്കാം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി. എവിടെയൊക്കെ കുട്ടികളുണ്ടോ അവരെയൊക്കെ വധിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഒരു കുട്ടി കണ്ടെത്താൻ വേണ്ടി പോയ അയാളുടെ കഥ പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് നന്ദവ്രജത്തിലേക്ക് പോകാം. നന്ദവ്രജത്തിലെ സ്ഥിതി എന്താ? ഇവിടെ ഒരു കാര്യം അറിയണ്ട. വസുദേവന് കുട്ടി ജനിച്ച സമയത്ത് 1000 പശുക്കളെ